ജയന്തി ചേച്ചി ജയന്തി. ആ ജീവഹാനിയൊന്നുമില്ല. വത്സ കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ശരി സ്വാമി. ജയന്തി അയ്യോ ജയന്തി ഇവക്ക് ഇതെന്താ പറ്റിയേ? ജയന്തി ജയന്തി. സ്വാമി ആ തന്നോളൂ. ജയന്തി ഇനി കണ്ണു തുറക്ക്. ജയന്തി ജയന്തി എഴുന്നേക്ക്. ജയന്തി എന്തു പറ്റി നിനക്ക്? എടി എഴുന്നേക്ക്. പതുക്കെ എഴുന്നേക്ക്. അയ്യോ അയ്യോ. നിങ്ങൾ എന്താ എല്ലാരും ഇവിടെ? ഇനി എന്താ പറ്റിയെന്ന്? അയ്യോ അയ്യോ കല്യാണി കല്യാണി രണ്ടുപേരെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോയി. എങ്ങോട്ട് പോയി? ദേ അങ്ങോട്ട്. ആരാ കല്യാണി കൊണ്ടുപോയത്? നീ ശരിക്കും കണ്ടോ? ദേ ഇതുപോലത്തെ രണ്ട് സ്വാമിമാരാ. ഊശാൻ താടിയെ വെച്ച് പെമ്പിളരെ പിടിക്കാൻ നടക്കുന്നു. എനിക്ക് എഴുന്നേക്ക്. മോളെ മോളെ കല്യാണി. അയ്യോ എനിക്ക് വയ്യേ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ എന്റെ തല. നിന്നെ കൊണ്ട് എവിടെ പോയാലും ശല്യമാണല്ലോ. എന്തുവാ എന്റെ ഇവിടെ നടക്കുന്നേ? വാ നോക്കാം എന്താ നടക്കുന്നേന്ന്. കല്യാണി കല്യാണി. പോയി നോക്കണ. മിണ്ടിപ്പോകരുത്. കല്യാണി 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 നീ എവിടെയാ? കല്യാണി. കുഴപ്പമൊന്നുമില്ലല്ലോ. മോളെ കല്യാണി കല്യാണി. മോളെ കല്യാണി. മോളെ മോളെ.
ഓടിയോ മോളെ. മോളെ മോളെ ഒന്ന് അനങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ടോ? മോനെ ബ്രോ മോനെ ആനന്ദ് ആനന്ദ് മോനെ ബ്രോ കണ്ണൂർ ആനന്ദ് 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 അഖില ബ്രോ മോനെ മോനെ ആനന്ദ് മോനെ അരവിന്ദ് കൃഷ്ണേട്ടാ നമ്മുടെ മോൻ മോനെ എന്താ ബ്രോ എന്താടാ ആനന്ദ് 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 മോനെ ആനന്ദ് ബ്രോ മോനെ മോനെ ആനന്ദ് മോനെ എന്താ മോനെ വലിയ ആനന്ദ് ബ്രോ മോനെ മോനെ ആനന്ദ് കണ്ണു തുറക്കടാ ആനന്ദ് ബ്രോ കണ്ണു നോക്ക്. മോനെ കണ്ണു തുറക്ക ആനന്ദ് ആനന്ദ് മോനെ ബ്രോ അച്ഛാ ആനന്ദ് അമ്മേ എനിക്ക് എന്റെ അമ്മയെ കാണാം. ബ്രോ മോനെ ദോ, ഇവിടെ. അരവിന്ദേ ബ്രോ മോനെ ആനന്ദ് കൃഷ്ണേട്ടാ ആനന്ദ് കല്യാണി അച്ഛാ മോനെ നന്ദന മോനെ മോനെ ആനന്ദ് ദേ സ്വാമിജി സ്വാമിജി എന്റെ കാഴ്ച തിരിച്ചു തന്നതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നന്ദി എന്നോടല്ല പറയേണ്ടത്. കുഞ്ഞിന് പ്രകാശം തന്ന് ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശമില്ലേ, സാക്ഷാൽ സർവേശ്വരൻ, അവനോട് നന്ദി പറയൂ കുഞ്ഞെ. എനിക്കിത് ആദ്യമേ തോന്നിയതാ. ഇതൊരു ലോജിക്കില്ലാത്ത മഹാത്ഭുതമൊന്നും അല്ല എന്റെ. പല പേരിട്ട് വിളിക്കാം ഇതിനെ. ഒന്നുകിൽ ലോക പ്രശസ്ത ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിശാഖിന്റെ ചികിത്സയ്ക്ക് ഫലം കണ്ടു. അതെ ആന്റി. അല്ലെങ്കിൽ കല്യാണിയുടെ മഹാശക്തി വ്രതവും മനമുരുകിയുള്ള പ്രാർത്ഥനയും
വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന അവളുടെ വിളിപ്പുറത്തമ്മ കേട്ടു എന്നർത്ഥം. തീർന്നില്ല. ആയിരങ്ങൾക്ക് അന്നമൂട്ടുന്ന തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന അമ്മയുടെ മകനു വേണ്ടിയുള്ള മനമുരുകിയുള്ള പ്രാർത്ഥന ദൈവങ്ങളുടെ കാതിലെത്തിയിട്ടുണ്ടാവും. അപ്പോ അത് മറന്നില്ല ആന്റി. ആനന്ദിനെ ചികിത്സിക്കുന്ന ആ സന്യാസിയില്ലേ, വീരഭദ്രസ്വാമികൾ, അയാളെ ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അയാള് വെറും വീരഭദ്രസ്വാമികളല്ല, ഡോക്ടർ വീരഭദ്രസ്വാമികൾ. 22-ാം വയസ്സിൽ MBBS, തുടർന്ന് MDയും കരസ്ഥമാക്കി. ആയുർവേദത്തിലേക്കും സന്യാസത്തിലേക്കും മാറിയ ഭീക്ഷണാശാലി. അത്യപൂർവ മരുന്നുകൾ കൊണ്ട് മഹാമാരികളെ അകറ്റി നിർത്തിയ ഭിഷഗ്വരൻ. ഇതിലേത് ഫലിച്ചുവെന്ന് ദേവപ്രശ്നം വെച്ച് നോക്കേണ്ടി വരും എനിക്കും ആന്റിക്കും ഒക്കെ. പ്രിയങ്കേ, അവൻ ഇരുട്ടിൽ പതറി നടന്നപ്പോ ആ ആന്റി, ഒരു നല്ല യോദ്ധാവ് പരാജയത്തിലും വിജയം കാണും. അവനെന്ന ബിസിനസ് മാഗ്നറ്റിനെ കുറച്ചുനാളെങ്കിൽ കുറച്ചുനാൾ ഇരുളിൽ തടയാൻ വിട്ടില്ലേ, അതൊരു വിജയമല്ലേ? എന്ത് വിജയം! ഇപ്പൊ അമ്മയും മകനെ ഏകദേശം ഒരുമിക്കുന്ന സ്ഥിതിയായി പ്രിയങ്കേ. ഓ, അഖില കല്യാണിയെ മൂത്ത മരുമകളായി വാഴിക്കുമെന്നാ എന്റെ സംശയം. ഓ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വിലാസിനി തൃച്ചംബരത്തുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ആന്റി, ആന്റി തൃച്ചംബരത്ത് വെറും ഒരു നിഴലായി മാറുന്നതിന് ഒറ്റ കാര്യമുള്ളൂ. ആന്റിക്ക് അറിയില്ല തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ. ഇറങ്ങുമല്ലോ കുഞ്ഞെ. ഇങ്ങ് വാ വല്ലുഞ്ഞെ. എത്രയായി? എന്താടാ, എന്താ നീ ഇങ്ങോട്ടാ? ഞാൻ വല്ലുഞ്ഞിനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അനിയൻകുട്ടാ. ആ ചേച്ചി, നിങ്ങൾ പോയപ്പോ മുതല് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്കറിയായിരുന്നു എന്റെ അമ്മ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. സന്തോഷായില്ലേ? നിന്റെ അളിയനിപ്പോ വീണ്ടും ഈ ലോകം മുഴുവൻ കാണാടാ. ഏയ്, നീ കരയാണോ? ഏയ്, സന്തോഷം കൊണ്ടാവല്ലോ ഞാൻ. നിന്റെ ചേച്ചിയെ കണ്ട് പഠിക്കുന്നതായിരിക്കും. സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയുന്നൊരു ചേച്ചി അനിയനും. ദേ, എന്റെ കുഞ്ഞളിയൻ കരയണ്ട. കളക്ടർ ആവാനുള്ള ആളാ. അമ്മേ, അറിഞ്ഞല്ലോ അല്ലേ? കിട്ടി. അമ്മയുടെയും മോളുടെ ശാപം പിടിച്ച ജന്മത്തിന് മോക്ഷം കിട്ടി. നമ്മുടെ വല്യുവിന് കാഴ്ച തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ എനിക്കറിയാം, ഞങ്ങളെ വിട്ടുപോയെങ്കിലും അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന്. ഇപ്പൊ എനിക്കത് ഉറപ്പായി. ഒരുപാടൊക്കെ സങ്കടപ്പെടുത്തും പരീക്ഷിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അമ്മ ഈ മോളെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മയുടെ മോക്ക് സന്തോഷായി. ഇനി ഈ ജന്മത്ത് വേറൊന്നും വേണ്ട എനിക്ക്. ചേച്ചി, ആ എനിക്ക് തോന്നി ചേച്ചി ഓടിക്കേറി വന്നപ്പോഴേ. ചേച്ചി, നമ്മുടെ വല്യുവിന് കാഴ്ച കിട്ടിയില്ലേ, ഇനി ഈ കണ്ണ് നിറയരുത്. അതെനിക്ക് സഹിക്കില്ല.
ഇല്ല നീങ്കൂട്ട. അല്ല വലിയ എവിടെ? ആ വലിയ സുബ്രു സാറിനോട് ഫോണിൽ സംസാരിക്കുക. ഇപ്പൊ വരും. ചേച്ചി വാ. അല്ല എങ്ങോട്ടാ? ഇങ്ങോട്ട് വന്നേ. ആ അതെ അതെ അതെ. ഇല്ല, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ സുബ്രു, അവരെത്തി. ഞാനൊന്ന് കണ്ട് പറഞ്ഞിട്ട് പോകാന്ന് കരുതി ഇവിടെ തന്നെ നിന്നത്. എന്നാ ഞാൻ വിളിക്കാം. ശരി. ബ്രോ, എനിക്കറിയായിരുന്നു ബ്രോ എന്റെ ബ്രോയുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്ന്. ആനന്ദിന് കാഴ്ച തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇരുളിലായി പോകുന്നത് എന്റെ ജീവിതമായിരുന്നേനെ. അരവിന്ദിന്റെ അവസ്ഥ അതായിരുന്നു ആനന്ദ്. ആ ഇനിയേ അപ്പൊ വിശേഷങ്ങളൊക്കെ പിന്നീടാവാം. ഒരു യുദ്ധം കഴിഞ്ഞു വന്നതല്ലേ, ആനന്ദ് പോയെന്ന് ഫ്രഷ് ആവും. ചെല ബ്രോ, ഒന്ന് ഫ്രഷ് ആവും. പോട്ടെ. ആനന്ദ്, അമ്മേ, ഒരുപാട് പ്രാർത്ഥനകളുടെയും പൂജകളുടെയും ഫലോ നിനക്കിപ്പോ തിരികെ കിട്ടിയ കാഴ്ച. അറിയാമേ, എല്ലാവരോടും ആ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവും. എന്റെ മോന്റെ ഈ മനസ്സിന് എല്ലാം നല്ലതല്ലേ വരൂ. ആനന്ദ്, തൃച്ചംബരത്തെ പൂജാമുറിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. വാ. വേണ്ടമ്മേ, അമ്മ ഇവിടെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ, മക്കളുടെ സങ്കടം തിരിച്ചറിയാനാവാത്ത ഒരാളെ. അത് തന്നെ ധാരാളം. ജീവനുള്ളപ്പോ കേൾക്കാത്ത നിലവിളിയൊന്നും ചൈതന്യം പേറുന്ന ഒരു വിഗ്രഹവും കേട്ടെന്ന് വരില്ലമ്മേ. മതിയായില്ലേ അമ്മയ്ക്ക്? മകൻ അന്ധകാരത്തിൽപ്പെട്ട് വഴിയറിയാതെ തളർന്നു നിന്നപ്പോഴും അവനെ തോൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയതല്ലേ? അനുഭവിക്കൂ. നന്ദന വാ. കൃഷ്ണേട്ടൻ, മാഡം, ഇപ്പൊ എന്നെ തിരിച്ചു വിളിച്ചു വരുത്തിയത് അബദ്ധമായിപ്പോയെന്ന് തോന്നുന്നുണ്ട് മാഡത്തിനല്ലേ? കല്യാണി, നിക്ക് നിക്ക് നിക്ക്. എന്താ നീ ഇങ്ങോട്ട് ഇതൊക്കെ? അതൊക്കെ ഉണ്ട് വല്യുഞ്ഞേ. ദൈസി കത്തിക്ക്. ഇനി കയറാലോ. വാ.
എന്താ ദാസേട്ടാ? വാടിക്കരിയുന്ന് വിചാരിച്ചത് വീണ്ടും തളിർത്ത് വളരുന്ന് അറിഞ്ഞില്ലല്ലേ? ഞാൻ അന്ന് ദാസേട്ടനോട് സംസാരിക്കാൻ വന്നപ്പോ ദാസേട്ടൻ വളരെ സമർത്ഥമായിട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളൊരു കഥ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് മടക്കി അയച്ചു. കഷ്ടം. ദാസേട്ടൻ ഇവിടെ നിന്ന് ഒളിച്ചോടിയ അന്ന് മുതൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങൾ ഒരു കഥ പോലെ ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒരു അണുവിടെയെങ്കിലും മക്കളോട് സ്നേഹമുള്ള അച്ഛനാണ് ദാസേട്ടനെങ്കിൽ ഈ നിമിഷം ഹൃദയം പൊട്ടി മരിക്കും. ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും ഓരോ കഥയാ ദാസേട്ട. ജീവിതം എന്ന വലിയ കഥാപുസ്തകത്തിന്റെ ഓരോ ഏടുകൾ. ദാസേട്ടൻ വെറും ഒരു ദാസം മാത്രമായി പോയില്ല ദാസേട്ട. തൃച്ചംബരത്തെ പ്രിയങ്കരനായ വിനീതദാസനാവും മുമ്പ് ഒരു മകളുടെ അച്ഛനായിരുന്നു എന്നുള്ള കാര്യം ദാസേട്ടൻ അങ്ങോട്ട് മറന്നു. അമ്മയുടെ ഒരു താരാട്ടുപാട്ടിന്റെ ഈണമോ മുലപ്പാലിന്റെ മധുരമോ നുകരാതെ ആ മകളുടെ തണലിൽ വളർന്നൊരു മകന്റെ അച്ഛനാണെന്നുള്ള സത്യം ദാസേട്ടൻ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് മറന്നു. ഈ തോളിലിട്ട് വളർത്തിയതാണ് എന്റെ ബ്രോയി എന്നെ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള എന്റെ ബ്രോയുടെ അല്ല, ദാസേട്ടന്റെ വളർത്തു മകന്റെ മരുമകന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ദാസേട്ടൻ വന്നില്ല. അതറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് ദാസേട്ടൻ നടിച്ചു. ഒന്ന് വരാൻ തോന്നിയില്ലല്ലോ ദാസേട്ടന്. ഒരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ജന്മത്തെ ശത്രുക്കളാണ് മക്കളായി പിറക്കുന്നതെന്ന്. പക്ഷെ കഴിഞ്ഞ ജന്മത്തെ ശത്രുക്കൾ അച്ഛനായി അവതരിക്കുന്ന എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്നാലേ ഞാനൊരു പാൽപ്പായസം ഉണ്ടാക്കട്ടെ. അത് കൊള്ളാം ചേച്ചി. അതെ, പാൽപ്പായസം മാത്രം ആക്കണ്ട, ഒരു സദ്യ തന്നെ ആയിക്കോട്ടെ. ഇന്നേ ആഘോഷത്തിന്റെ ദിവസമാ. എന്ത് വേണമെങ്കിലും ആവാ, പക്ഷേ എന്റെ ഈ 2 കൈ കൊണ്ട് മാത്രം കൂട്ടിയാ കൂടില്ല. അതുകൊണ്ട് അളിയനും കൂടെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി അടുക്കളയിലോട്ട് വന്നാട്ടെ. ഓ ആയിക്കോട്ടെ. ആ എന്തായാലും റൂമിൽ പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്? മകന് കാഴ്ച തിരിച്ചു കിട്ടിയതിൽ എല്ലാം മറന്ന് സന്തോഷിക്കുന്നതിന് പകരം സങ്കടപ്പെട്ടാണല്ലോ നിൽപ്പ്. ഓരോരുത്തരുടെയും സന്തോഷത്തിന്റെ അളവ് അവരവര് തീരുമാനിക്കുന്നത് പോലെയാ. ഒരു കാര്യത്തിൽ എല്ലാവരും ഒരേ അളവിൽ സന്തോഷിക്കണം എന്നില്ല കൃഷ്ണേട്ടാ. അതെ അതെ, ഓരോരുത്തർക്കും സന്തോഷം കൊടുക്കുന്നത് പല പല കാരണങ്ങളാണ്. എന്തായാലും ഇപ്പോ നമ്മുടെ മകന് കാഴ്ച കിട്ടണ്ടായിരുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? അല്ല, നിന്റെ മുഖം വിളിച്ചു പറയുന്നതാ. മനസ്സിന്റെ പ്രതിഫലനമാണല്ലോ മുഖത്ത് കാണാറ്. സ്വന്തം മകനെ കാഴ്ച തിരികെ കിട്ടി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴും
നൊന്തു പ്രസവിച്ച അമ്മയുടെ മുഖത്ത് ദുഃഖം നിഴലിച്ചു കണ്ടാൽ പിന്നെ എന്താണ് ഞാൻ കരുതേണ്ടത്? അഖില, പങ്കിടാനും പകുത്തു നൽകാനും ഉള്ളതാണ് സന്തോഷം. ആഗ്രഹിച്ച വഴിയിലൂടെയല്ല, വിധിയുടെ വഴിയിലൂടെയാ ഇപ്പൊ ഞാൻ നടക്കുന്നത്. നടക്കേണ്ടി വന്നു എന്ന് പറയുന്നതാവും ശരി.